സർക്കാർ രൂപീകരിക്കാൻ 41 സീറ്റാണ് ജാർഖണ്ഡിൽ വേണ്ടത്. സംസ്ഥാനത്ത് ഇതുവരെ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനായിട്ടില്ല. പക്ഷേ എക്സിറ്റ് പോൾ പ്രവചനത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ബിജെപി ക്യാമ്പ്. ഹരിയാനയിലെ പ്രഹരം മറികടക്കാൻ ജാർഖണ്ഡ് ജയിച്ചേ പറ്റൂ ഇന്ത്യ പക്ഷത്തിന്. ഇനിയുള്ള മണിക്കൂറുകളിൽ ആ ചിത്രം തെളിയും. मोदी जी का आशीर्वाद कई बार ദേശീയ പാർട്ടികളിൽ ബിജെപി ഒഴികെ ആർക്കും വലിയ ആധിപത്യമുണ്ടാക്കാൻ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞിട്ടില്ല ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കാണ് ആ രാഷ്ട്രീയ ഭൂമികയിൽ കൂടുതൽ വേരോട്ടം. അതിനെ ഇത്തവണ ബിജെപി തരിപ്പണമാക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വരികയും ചെയ്തു. എന്നാൽ എന്തായിരിക്കും ജനം മനസ്സിൽ കണ്ടിരിക്കുക എന്നതിലെ കൗതുകത്തിന് ഇനി കുറച്ചു സമയം മാത്രമാണ് ബാക്കി. നിരവധി വികസന പ്രശ്നങ്ങളും വിവാദ വിഷയങ്ങളും വിദ്വേഷ പരാമർശങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു ജാർഖണ്ഡിൽ. വിദ്വേഷ പരാമർശങ്ങൾ വ്യാപകമായി ബിജെപി മുന്നണി ഉപയോഗിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ. അതേസമയം കോൺഗ്രസ് JMM കക്ഷികൾ ചേർന്ന ഇന്ത്യ സഖ്യം ഹേമന്ത് സോറന്റെ ED അറസ്റ്റും ജയിൽവാസവും കേന്ദ്ര ഫണ്ട് തടഞ്ഞുവെക്കലും ഖനിമേഖലയിലെ തൊഴിൽ പ്രശ്നവുമടക്കമാണ് കാര്യമായി അവതരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് കുറച്ചുനാൾ മുൻപ് JMM മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ചെമ്പൈ സോറൻ പാർട്ടി വിട്ടത് ഹേമന്ത് പക്ഷത്തിന് ക്ഷീണമായി. നിരവധി മേഖലകളിൽ വിമതശല്യവുമുണ്ടായി. ഇത് ആദിവാസി വോട്ടുകളെ ബിജെപിക്ക് അനുകൂലമാക്കുമോ എന്നതാണ് അവരുടെ JMM ആശങ്ക. 26% ആദിവാസികളുള്ള സംസ്ഥാനത്ത് ആദിവാസികളുടെ ഭാഗധേയം നിർണായകമാണ്. ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ OBC വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നത് ആരാകുമെന്നതും ഏറെ പ്രസക്തമാകും ഇത്തവണയുണ്ടായത് മികച്ച പോളിംഗ് ആയതിനാൽ സ്ത്രീ വോട്ടുകൾ കൂടുതൽ വീണുവെന്ന് വേണം കരുതാൻ. ഈ വോട്ടുകളാകും ജാർഖണ്ഡ് ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുക. കുടുംബങ്ങളിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ഇത്തവണ ജാർഖണ്ഡ് വേദിയായിരുന്നു. JMM സ്ഥാപകൻ ഷിബു സോറന്റെ 2 മരുമക്കൾ മുതൽ മുൻ മുഖ്യമന്ത്രി രഘുബർ ദാസിന്റെ മരുമകൾ പൂർണിമ ദാസ് സാഹു വരെ സ്ത്രീ വോട്ടുകളും പല മണ്ഡലങ്ങളിലും നിർണായകമാണ്. 81 സീറ്റുകളിൽ 32 പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാരുണ്ട്. ഒപ്പം വനിതാ വോട്ടർമാരുടെ ന്യൂട്രൽ വോട്ട് എങ്ങോട്ട് ചായുമെന്നതും വിധിയെ അട്ടിമറിച്ചേക്കാം. സ്ത്രീകൾക്കായുള്ള 2500 രൂപയുടെ മയ്യ സമ്മാൻ യോജന പദ്ധതിയിലാണ് JMM പ്രതീക്ഷ. കഴിഞ്ഞ വോട്ടെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച 10ഓളം മണ്ഡലങ്ങളുണ്ട് 2 പാർട്ടികൾക്കും. ഇവിടത്തെ ജനവധിയും ഗതി നിർണയിച്ചേക്കും. ഏതായാലും അക്കാര്യം വെളിപ്പെടാൻ ഇനി അധിക സമയമില്ല. നാഷണൽ ഡെസ്ക് ന്യൂസ്.